കാതലായ ചോദ്യങ്ങളാണ്. ഇതൊരു വൺ ടൈം വണ്ടർ എന്ന് വിശകലനം ചെയ്യാനാവുമോ, അതോ ഇനി വരാനിരിക്കുന്ന ഭാവി രാഷ്ട്രീയത്തിൻ്റെ സൂചന മാത്രമാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പാർട്ടിയുടെ വിജയം? ഇതാണല്ലോ പരിഗണിക്കേണ്ടത്. എന്താവും നാളുകളിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ എന്നതിന് ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പല സൂചനകളിൽ ഒന്ന്, സാമ്പ്രദായികമായ രാഷ്ട്രീയ കക്ഷികൾ, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടത് കക്ഷികളാണെങ്കിലും അവരുടെ രീതികളോട് യോജിച്ച് പോകുന്നവരല്ല പുതിയ തലമുറ, ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ഏതാണ്ട് 15 വയസ്സിനും 35 വയസ്സിനുമൊക്കെ ഇടയിൽ പ്രായമുള്ള ഒരു വിഭാഗം, യുവജന വിഭാഗം. അവരിലേക്ക് ഫോക്കസ് വരികയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഘടകം അവരാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഇതേറ്റവും അധികം ബാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ തന്നെയാണ്. കാരണം എപ്പോഴും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാരഡൈം, അതിനെതിരെ മറ്റൊരു പാരഡൈം വരുമ്പോൾ ഈ എക്സിസ്റ്റിംഗ് പാരഡൈം വീക്ക് ആവുകയാണ്. നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടി കെട്ടിപ്പടുത്ത ഒരു സംവിധാനം, അതിൻ്റെ എപ്പി സെൻറ്ററായിരുന്നത് യുവജനങ്ങളാണ്. യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ. മോദിജി എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ത്യയെ നയിക്കുന്ന യുഗപ്രഭാവനായ പ്രധാനമന്ത്രി, അദ്ദേഹത്തിനെ യുവജനങ്ങൾ വലിയ രീതിയിലാണ് നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അഴിമതിയുടെ 10 വർഷങ്ങൾ, അത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായ വലിയ അഴിമതികൾ, അതെല്ലാം മൻമോഹൻ സിംഗിൻ്റെ കരങ്ങൾ വളരെ ക്ലീനായിരുന്നു എങ്കിൽ പോലും ഘടകകക്ഷികളുടെ പല നേതാക്കളും, കോൺഗ്രസിൻ്റെ തന്നെ ചില നേതാക്കളും മന്ത്രിമാരും നടത്തിയ വൻപൻ അഴിമതികൾ രാജ്യത്തെ യുവജനങ്ങളെ വലിയ രീതിയിലാണ് ബാധിച്ചതും അവർ അതിനോട് പ്രതികരിച്ചതും. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ ബാൻഡ് വാഗണിൽ വലിയ തോതിൽ യുവാക്കൾ എത്തിയതും ഡൽഹിയിൽ ജന്തർ മന്ദറും രാംലീല മൈതാനും ഒക്കെ തന്നെ വലിയ പ്രക്ഷോഭ കേന്ദ്രങ്ങളായി മാറിയതുമൊക്കെയാണ്. അങ്ങനെയാണ് ആ ചേഞ്ച് ഉണ്ടായത്. ഇപ്പോൾ ഇതാ മറ്റൊരു ചേഞ്ച് ഉണ്ടാകുന്നു. ഇവിടെ ടാർഗറ്റഡ് ആവുന്നത് BJPയുടെ രീതിയാണ്. BJP എന്ന പാർട്ടിയല്ല, BJPയുടെ രീതികളാണ്. കാരണം ഒരു സ്റ്റെയിൽ ആവുകയാണ്, അത് നിശ്ചലമാവുകയാണ്. ഒരു പ്രക്രിയ തന്നെ, അത് കണ്ടിന്യൂസായി റിഫോംസിലൂടെ മാത്രമേ ഒരു പാർട്ടിക്കോ അതിൻ്റെ രീതികൾക്കോ മുന്നോട്ട് പോകാനാവൂ. ഇത് നോക്കൂ, മോദി അമിത് ഷാ ദ്വയം സാമാന്യം ഭദ്രമായി തന്നെയാണ് ഇന്ത്യ നയിക്കുന്നതെന്ന് പൊതുവെ തോന്നാമെങ്കിലും അതിലൊരു മടുപ്പ് പ്രകടമാണ്. മോദി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ കുട്ടികളെ അഭിസംബോധന ചെയ്യാനൊരു ശ്രമം നടത്തി. അവസാന സമയം ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിവാക്കാനാവുമോ എന്ന ചിന്തയിലാവും. ഉപയോഗിച്ചത് യുവാക്കൾ അല്ലെങ്കിൽ പുതിയ തലമുറ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം എന്ന മെത്തേഡാണ്. അപ്പോൾ രാത്രിയിൽ ലൈവ് വരികയാണ്. അപ്പോൾ കാര്യമായ മേക്കപ്പൊന്നും ഇല്ലാതെ, കാര്യമായ എക്സ്റ്റേണൽ സപ്പോർട്ടില്ലാതെ അദ്ദേഹം സ്വതസിദ്ധമായ രീതിയിൽ നേരിട്ട് വരികയാണ്. അതിന് കൂടുതൽ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. യുവാക്കളുടെ ഭാഷയിൽ, യുവാക്കളുടെ മാധ്യമത്തിലൂടെ സംസാരിക്കുന്നു എന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണ്ട ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായില്ല. ഈ സ്ഥിതിഗതികളൊന്നും ശമിപ്പിക്കാനൊന്നും അത് പര്യാപ്തമായില്ല. കാരണം മോദിയെക്കുറിച്ച് മോദിയുടെ വിമർശകർ പോലും ഭയപ്പാടോടുകൂടി കണ്ട ഒരു കാര്യം, ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാശുദ്ധിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉച്ചാരണമോ ഒന്നും അല്ല ഇവിടെ വിഷയം. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായം ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് കാര്യങ്ങളുണ്ടാവാം, അതൊക്കെ ഒരു വശത്തുണ്ട്. പക്ഷേ ഹീ വുഡ് പുട്ട് ആൻ ഐഡിയ എക്രോസ്. ഏത് വേദിയിലാണെങ്കിലും, ലോകവേദികളിലാണെങ്കിലും, ഇന്ത്യൻ ഡയസ്പോറയോട് സംസാരിക്കുമ്പോഴും, ഇന്ത്യയിലെ ഏത് വിഭാഗത്തോട് സംസാരിക്കുമ്പോഴും, പൊതുവേദികളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോഴും ഏറ്റവും അധികം ക്രൗഡ് പുള്ളറായിരുന്നതും ഏറ്റവും അധികം ഫോളോ ചെയ്യപ്പെട്ടിരുന്നതുമായ രാഷ്ട്രീയ നേതാവ് ലോക രാഷ്ട്രീയത്തിൽ തന്നെ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ പ്രഭാവത്തിനാണ്, മോദി മാജിക്കിനാണ് ഭംഗം വന്നിരിക്കുന്നത്. യുവാക്കൾ ഈ മൈമുകളിലൂടെയും അല്ലെങ്കിൽ ചെറിയ കാർട്ടൂണുകളിലൂടെയും മറ്റും മോദിയെ അങ്ങ് ചെറുതാക്കുകയാണ്. മോദിയുടെ ഒരു 56 ഇഞ്ച് നെഞ്ചളവ്, വലിയ വലിപ്പം, അതിനെ യുവാക്കൾ പൊളിച്ചടിക്കുന്നൊന്നും പറയാനാവില്ല എങ്കിലും അതിനെ ഒന്ന് വലിയ രീതിയിൽ വളർന്നു പന്തലിച്ച് നിന്ന മോദിയെ ചെറിയ ഒരു കുപ്പിയിലാക്കി മാറ്റാൻ ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു എന്നതാണ്. അജയ്യനായ മോദി, പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത, നെഞ്ചുവിരിച്ച് നിൽക്കുന്ന, ഒരിക്കൽ പോലും ആരുടെയും മുമ്പിൽ കുമ്പിടാത്ത മോദി വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് വഴങ്ങേണ്ടി വന്നു എന്നത് പുതിയ രാഷ്ട്രീയത്തിൻ്റെ സൂചനയാണ്. ഇവിടെ അജയ്യമായി ഒന്നും തന്നെയില്ല. ഒരു മന്ത്രിയും ഇന്ന് വരെ രാജിവെച്ചിട്ടില്ലായിരുന്നല്ലോ. ആകെയുള്ളത് MJ അക്ബർ മാത്രമാണത്. MeToo ക്യാമ്പയിൻ കാരണമാണ്, അല്ലാതെ ഒരു പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ടല്ല എന്നോർക്കണം. അപ്പം നിലപാടാണ് BJPയുടെയും സംഘപരിവാറിൻ്റെയും നിലപാടാണ്. ഒരു മന്ത്രിയെയും
കുരുതി കൊടുത്തുകൊണ്ട് മോദിയുടെ നിലപാടാണ്, അമിത്ഷായുടെ നിലപാടാണ്. അത് രാജ്നാഥ് സിംഗ് ഉറക്കെ പറയുകയും ചെയ്തതാണ്. ഇത് UPA ഗവൺമെൻറ് അല്ല, NDA ഗവൺമെൻറ്റാണ്. 2015 തന്നെ ആ നയം വ്യക്തമാക്കിയതാണ്. ഒരു മന്ത്രിയും രാജിവെക്കുന്ന പ്രശ്നമില്ല, പക്ഷേ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. കർഷക പ്രക്ഷോഭത്തിൽ മാത്രമാണ് ഏറെക്കാലം 1 വർഷത്തോളം നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭത്തിൽ ഫാം ബില്ലുകൾ പിൻവലിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് പിന്നാക്കം പോകേണ്ടി വന്നു. അപ്പോഴും ഒരു മന്ത്രിയുടെ രാജി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഇതം പ്രഥമമായി പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് ഒരു മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങി എന്ന് പറയുമ്പോൾ അത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ മുഖം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. മോദിയുടെ പ്രഭാവത്തിന് മങ്ങലേറ്റു എന്നതാണ് ഒന്നാമത്തെ ടേക്ക് അവേ. ഭാവി രാഷ്ട്രീയത്തേക്കുള്ള സൂചനയാണ്. അപ്പോൾ BJP എക്കാലത്തും തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടിയിരുന്നത് രാമക്ഷേത്രം പറഞ്ഞുകൊണ്ടൊന്നുമല്ല. രാമക്ഷേത്രം ഒരു കാറ്റലിസ്റ്റിക് ഇഫക്റ്റായി വന്നു. അതിപ്പോൾ അതിൻ്റെ പ്രഭാവം മങ്ങിയിരിക്കുന്നു. രാമക്ഷേത്രത്തിൽ സംഭവിച്ച സംഭാവന കൊള്ള വലിയ രീതിയിൽ ഹൈന്ദവ മനസ്സുകളെ അല്ലെങ്കിൽ വിശ്വാസ മനസ്സുകളെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഇഫക്റ്റൊക്കെ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമുക്കറിയാം. BJPക്ക് ഇപ്പോഴും സംഘടനാ ശക്തി ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ഡാമേജ് കൺട്രോൾ സാധിക്കുമായിരിക്കാം. എങ്കിൽ പോലും ഐ കീപ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഓൺ ദാറ്റ്. അതിലേക്ക് നമുക്ക് പിന്നീട് വീഡിയോകൾ ചെയ്യാം. ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ CJPയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു രാഷ്ട്രീയ കക്ഷിയല്ല. ഇപ്പോൾ BJP ഉയർത്തുന്ന ഒരു 4 വിങ്ങുകളുള്ള ഒരു സംവിധാനമാണ്. അതിലൊന്ന് യൂത്ത് വിങ്ങാണ്, അല്ലെങ്കിൽ യുവാക്കളുടെ ഗുഡ്വില്ലിൻ്റെ ചിറകിലേറിയാണ് BJP അധികാരത്തിൽ വീണ്ടും വന്നിരുന്നത്. അതിവിടെ പാളിയിരിക്കുന്നു. യുവജനങ്ങൾ BJPയിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോയി എന്നർത്ഥമില്ല. ഇപ്പം അകന്നു പോയി എന്ന് പറയണമെങ്കിൽ ഭാരതമാതാ കി ജയ് വിളികളുണ്ടല്ലോ. ഇവിടെ 4-5 മുദ്രാവാക്യങ്ങൾ ഇവിടെ കേട്ടു. ജന്തർ മന്ദറിൽ കേട്ട മുദ്രാവാക്യങ്ങൾ CJPയുടെ ആ ഒരു കുട്ടികൾ 36 ദിവസം അവർ സമാധാനപരമായി അവിടെ ഇരുന്നല്ലോ. 36 ദിവസങ്ങളിലും കേട്ട മുദ്രാവാക്യങ്ങളുടെ ഒരു മൊത്തം സ്പിരിറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഭാരത് മാതാ കി ജയ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു പരിധിവരെ BJP അംഗീകരിക്കുന്നു എന്നതല്ല, ദേശീയത അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് ഒരിക്കലും ആ രീതിയിൽ കോൺഗ്രസ്സുകാരോ ഇടതുപക്ഷക്കാരോ അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ല. BJPക്കൊക്കെ ഒരു കാലത്ത് കൂടെ നിന്നിരുന്ന അല്ലെങ്കിൽ BJP ഉയർത്തുന്ന ആ രീതിയിലുള്ളൊരു തരം ദേശീയത, സാംസ്കാരിക ദേശീയതയിലൊക്കെ തൃപ്തിയുള്ള ഒരു വിഭാഗം തന്നെയാണ്. അവർ എതിർക്കുന്ന അഴിമതിയാണ്. അപ്പോൾ BJPക്ക് എല്ലാം കൈവിട്ടു എന്ന് പറയാനാവില്ല. അതേപോലെ തന്നെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവിടെ മുഴങ്ങി. അതെന്താണ്? അത് ഇടതുപക്ഷങ്ങൾക്ക് പ്രിയങ്കരമാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുദ്രാവാക്യം എന്ന് പറയാനാവില്ല. വിപ്ലവം ജയിക്കട്ടെ എന്ന് മാത്രമാണ്. അത് ഇടതുപക്ഷങ്ങളുടെ മാത്രം കുത്തകയായി പോകണം എന്നില്ല. അപ്പോൾ അതൊരു സമരതീക്ഷണതയിൽ വിളിക്കുന്നതാണ് ഇൻകുലാബ് സിന്ദാബാദ്. ആ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജയ് ശ്രീറാം വിളികൾ ചിലയിടത്തെങ്കിലും ചെറിയ തോതിലെങ്കിലും മുഴങ്ങിയിട്ടുണ്ട് എന്ന് ഓർക്കണം. ജയ് ഭീം വിളികൾക്കായിരുന്നു കൂടുതൽ പ്രാതിനിധ്യം എന്നതും വിസ്മരിക്കരുത്. ജയ് 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 ഭീം എന്ന രീതിയിൽ വിദ്യാർത്ഥികൾ, ജൻസി പ്രക്ഷോഭകർ, CJP അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനർത്ഥം ഇവിടെ ഒരു ദളിത് രാഷ്ട്രീയമുണ്ട്. രോഹിത് വേമുലയുടെ മരണം, അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തപ്പെട്ടപ്പോൾ അത് ഫലപ്രാപ്തി കാണാതെ വന്നപ്പോൾ ഇവിടെ ഒരു ദളിത് വിദ്യാർത്ഥി കൂടിയാണ് അഭിജിത് ദീപ്കെ. അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഇതിനെ ഒരു അംബേദ്കറായിത്ത് അല്ലെങ്കിൽ ദളിത് പ്രക്ഷോഭം എന്ന രീതിയിൽ മാറ്റി നിർത്തി കാണേണ്ടതില്ല. പക്ഷേ അഭിജിത് ദീപ്കെ മഹാരാഷ്ട്രയിൽ നിന്ന് കടന്നു വരുന്ന ഒരു ദളിത് ഫാമിലിയിലെ ശരാശരി കുടുംബത്തിലെ ഒരു ശരാശരി വിദ്യാർത്ഥി, അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാൻ ജേർണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ വിഭാഗത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ, അമേരിക്കയിൽ നിന്നുകൊണ്ട് കൃത്യ ഒരു ആശയമാണ്. അതും എക്സിക്യൂട്ടീവിൻ്റെ എക്സസസിനെ കുറിച്ചല്ലായിരുന്നു പരിഭവം. ഇതൊരു ആക്ഷേപഹാസ്യം എന്ന നിലയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് നടത്തിയ പരാമർശത്തിൽ നിന്ന് ഊർജം കൊണ്ടുകൊണ്ടാണ് പാറ്റ എന്ന പ്രയോഗം തന്നെ ഉണ്ടായത്. അതേക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി എത്ര പ്രാവശ്യം വിശദീകരിച്ചതാണ്. പക്ഷേ ആ പാറ്റ, അഭിജിത് ദീപ്കെ കൊണ്ടുവന്ന പാറ്റ എന്ന ആശയം ഒരു യുവജനങ്ങൾ നെഞ്ചിലേറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്കൊരു സിസ്റ്റത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഇപ്പോഴത്തെ ഭരണകൂടവും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പിന്തുണ വന്നത്. 22 മില്യൺ ഫോളോവേഴ്സ് നൊടിയിടയിൽ വന്നതും അത് BJPയുടെ ഈ ഇൻസ്റ്റഗ്രാം ഫോളോയിങ്ങിനെ മറികടന്നതുമൊക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതിനെ വൈരാഗ്യബുദ്ധിയോടെ, അല്ലെങ്കിൽ ആദ്യം പരിഹാസത്തോടെ, പിന്നെ വെറുപ്പോടെ, അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ BJPയുടെ നിലപാട്, ആ നിലപാട് തെറ്റായിരുന്നു എന്ന് യുവത്വം പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട്
സോഷ്യൽ മീഡിയ ജനറേഷൻ അവരുടെ വിജയമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മോദിയുടെ മാത്രമല്ല, BJPയുടെയും മോദിയുടെയും വ്യവസ്ഥിതിയുടെയും ഒരു റിജക്ഷൻ ഇവിടെ കാണാം. മാത്രമല്ല മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ, ഒരു അർബൻ മിഡിൽ ക്ലാസ്സാണ് ഇതിന് പിന്നിൽ നിന്നത്. നോക്കൂ, അർബൻ മിഡിൽ ക്ലാസിൻ്റെ പ്രത്യേകത എന്താണ്? അർബൻ മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സിലെ യുവാക്കൾ പൊതുവെ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പൊതുവെ, അവരൊക്കെ ഈ പ്രാദേശിക കക്ഷികളോടും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളോടും കോൺഗ്രസിനോടുമൊക്കെ ഒരു അകലം പാലിക്കുന്ന ഒരു ചിത്രമാണ് തിരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. അതൊക്കെ കോൺഗ്രസ്സുകാർ ആരോപിക്കും വോട്ട് ചോരിയാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ക്രമക്കേടാണ്, വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് എന്നെല്ലാം ആരോപിച്ചാലും യഥാർത്ഥത്തിൽ അർബൻ ഇന്ത്യ ജനറലി ബൈ ആൻഡ് ലാർജ് സ്റ്റുഡ് വിത്ത് BJP ആൻഡ് NDA. അതാണ് സത്യം. പക്ഷേ ഇവിടെ വന്നതാരാണ്? ഇത് റൂറൽ പ്രക്ഷോഭമായിരുന്നില്ല, ഇത് അർബൻ മിഡിൽ ക്ലാസിൻ്റെ, എക്കാലത്തും BJPയുടെ വോട്ട് ബേസ് ആയിരുന്ന അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഒരു ആവിഷ്കാരമാണിത്. അർബൻ മിഡിൽ ക്ലാസ്സിനെ സന്തോഷിപ്പിക്കാനായി 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് വിമുക്തി കൊടുത്തതാണ്. ഇതൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതുമാണ്. അർബൻ സെൻറ്റേഴ്സിൽ മിഡിൽ ക്ലാസ് മനസ്സുകളിൽ ഒരുപാട് ലഡ്ഡു ഒരുമിച്ച് പൊട്ടിയതാണ്. ഇനി ഇൻകം ടാക്സ് ഞങ്ങൾ കൊടുക്കേണ്ട 12 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനക്കാർക്ക് ഇൻകം ടാക്സ് ഒഴിവായിരിക്കുന്നു. ഇതെല്ലാം വലിയ വലിയ റാഡിക്കൽ ചേഞ്ചസ് ആണ്. പക്ഷേ അതേ അർബൻ മിഡിൽ ക്ലാസ്സാണ് തങ്ങൾക്ക് അപ്വേർഡ് മൊബിലിറ്റി വേണം, തങ്ങൾ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നും കുറച്ചുകൂടി മുകളിലോട്ട് പോകണം, അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടാകണം. അവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ്. കർഷകർ മാത്രമല്ല, ദേ ആർ ദി ഒപ്പീനിയൻ മേക്കേഴ്സ്. അവരുടെ അടുത്ത തലമുറയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ ജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൽവിൻ ടോഫ്ലറുടെ 3 പുസ്തകങ്ങൾ ഇക്കാര്യത്തിൽ ഇതിനോടൊപ്പം നമുക്കൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഫ്യൂച്ചർ ഷോക്ക് എന്നൊരു പുസ്തകം, അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്, ലോകക്രമം മാറി വരുന്നതിനെക്കുറിച്ചാണ്. പക്ഷേ അതിനെ ഈ കോണ്ടെക്സ്റ്റിലേക്ക് എഴുതി ചേർത്താൽ നാളുകളിൽ വരാൻ പോകുന്ന വൻ കാറ്റക്ലിസ്മിക് ചേഞ്ചിൻ്റെ ആദ്യപടിയായി ഇതിനെ കാണാം. അതാണ് ഫ്യൂച്ചർ ഷോക്ക്, തേർഡ് വേവ്. അപ്പോൾ ദേശീയതയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് കൊണ്ടുവന്നൊരു വേവ്, അതിനുശേഷം BJPയുടെ രാമക്ഷേത്രം അല്ലെങ്കിൽ ഹൈന്ദവ ദേശീയത, നാഷണലിസം, ഇതെല്ലാം ചേർത്തുകൊണ്ട് ഉള്ള BJP വേവ്. ഇപ്പോഴിതാ അരാഷ്ട്രീയവാദികളെന്ന് പൊതുവേ തോന്നാമെങ്കിലും കൃത്യമായ രാഷ്ട്രീയമുള്ള പുട്ടിങ് സിസ്റ്റം ബാക്ക് ഓൺ റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറ, അതായത് സമാനതകളില്ലാത്ത, ഇപ്പോൾ ആം ആദ്മി പാർട്ടി പോലും സമാനതകൾ എന്ന് പറയാനാവില്ല. ആം ആദ്മി പാർട്ടിയുടെ ചില ട്രേസുകളുണ്ട് CJPയുടെ പിന്നിൽ. ഒരു പാർട്ടിയെ രൂപപ്പെട്ടാലും ഇല്ല എങ്കിലും അവിടെ ഒരു തേർഡ് വേവായി വേണമെങ്കിൽ കാണാം. അപ്പം ഇവിടെല്ലാം ഒരു ഫ്യൂച്ചർ ഷോക്കാണ്, തേർഡ് വേവാണ്, അല്ലെങ്കിൽ പവർ ഷിഫ്റ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു പുസ്തകമാണ് ആൽവിൻ ടോഫ്ലറുടെ പവർ ഷിഫ്റ്റ്. എന്താണ്? സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികളുടെ നിയന്ത്രണത്തിൽ നിന്നും ഇന്ത്യയുടെ മനസ്സ്, ആ പവർ, അതിൽ നിന്നാണ് പവർ, ജനാധിപത്യത്തിൽ ആ ഒരു പവർ ഡിറൈവ് ചെയ്യുന്നത്, അത് ഷിഫ്റ്റ് ചെയ്ത് ന്യൂ ജെന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവരാണ് നാളുകളെ നിയന്ത്രിക്കാനുള്ളത്. അപ്പം നാളുകൾ എത്തിയിരിക്കുന്നു, ഇന്നുകളെ നിയന്ത്രിക്കാൻ നാളുകളിൽ നിന്നും ആളുകൾ എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ വരെ വിശകലനം ഉണ്ടായിരിക്കുന്നു. അത് പൂർണ്ണമായി തെറ്റല്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ, അർബൻ മിഡിൽ ക്ലാസ്, മെട്രോപൊളിറ്റൻ ക്ലാസ് എന്ന സെഗ്മെൻറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് അധികകാലം ഒരു കക്ഷിക്കും മുന്നോട്ട് പോകാൻ ആവില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഈ സബാൾട്ടേൺ, ദളിത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, ഇവിടെ ജാതിയില്ല, മതമില്ല, വംശമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, ഒരൊറ്റ വികാരം, ഒരൊറ്റ നേതാവ് ആ രീതിയിലില്ല, ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇല്ല. പക്ഷേ സ്വയം നിയന്ത്രിക്കുന്ന ആൾക്കൂട്ടം, മാതൃകാപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതൊരു പുതുമയാണത്. 4ാമത്തെ ഡയമെൻഷനാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് എതിർക്കാനാവില്ല, കുട്ടികളെ പരാജയപ്പെടുത്താനാവില്ല. കാരണം അവരെ IT റെയ്ഡ് എന്ന് പറഞ്ഞ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാനാവില്ല. അവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങൾ റെയ്ഡ് ചെയ്യും. കാരണം അവരുടെ മടിശീലയിലൊന്നുമില്ല. അവർ നിരായുധരാണ്, അവർക്കുള്ളത് ചങ്കൂറ്റമാണ്, അവർക്കുള്ളത് ദർശനമാണ്, അവർക്കുള്ളത് ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കന്മാരെയും വലയിലാക്കാൻ സാധിക്കും ഭരണകൂടത്തിന്. ഏജൻസികളെ, ഗവൺമെൻറ് ഏജൻസികളെയും നിയമവ്യവസ്ഥകളെയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ ഇറങ്ങി തിരിച്ചാൽ അവർ കൊണ്ടേ പോകൂ എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ നാളുകളിലെ രാഷ്ട്രീയം ടോട്ടലി ഡിഫറൻ്റ് ആകാനുള്ള സാധ്യതയാണുള്ളത്. ഒന്നുകിൽ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ മോദി മാറി ചിന്തിച്ചതുപോലെ ഇപ്പോൾ രാജി വേണ്ടി വന്നു, അത് പ്രായോഗികമാണ്. തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോദി ചെയ്തത് രാജി എഴുതി വാങ്ങിപ്പിച്ചു, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, പ്രഹ്ലാദ് ജോഷി അല്ലെങ്കിൽ അത് അധിക ചുമതലയിലേക്ക് വരുന്നു,
മന്ത്രിയുടെ ചുമതലയിലേക്ക് വരുന്നു. നല്ല കാര്യം, തീർച്ചയായും. അതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. സംവിധാനം ഇതുപോലെ തന്നെയാണ്. നിയമനിർമ്മാണങ്ങൾ നടക്കാൻ പോകുന്നു. പാർലമെൻറ്റിൻ്റെ സെഷനിൽ അടുത്ത ദിവസം തന്നെ ബില്ല് വരികയാണ്. വലിയ ശിക്ഷകൾ ഉറപ്പുവൽക്കിക്കൊണ്ട് 10 കോടി രൂപ വരെ പരിഹാരം, ഫൈൻ ഈടാക്കിക്കൊണ്ട് ചോദ്യപേപ്പർ ചോർച്ചയിലോ അല്ലെങ്കിൽ ക്രമക്കേടുകളിലോ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഫൈനാണ്. അതുപോലെ സംവിധാനം ക്രമീകരിക്കാൻ പോകണം. 47 പേരെ പുറത്താക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്നും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ പെർമനൻ്റായ ആളുകൾ ആരുമില്ല എന്നതൊരു വലിയ പോരായ്മ തന്നെയാണ്. അത് ഉടച്ചു വാർക്കപ്പെടും. വലിയ റിഫോംസ് ആണ് ഇൻ ദ പൈപ്പ് ലൈൻ. സ്പീഡ് കോർട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ആവശ്യമുള്ള രീതിയിൽ ഈ അതിവേഗ കോടതികൾ സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കും എന്ന് പറയുന്നു. കടുത്ത ശിക്ഷ, ഏതാണ്ട് 10 വർഷം വരെ തടവ് ശിക്ഷ നൽകുന്ന ഒരുതരം നിയമനിർമ്മാണമാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. വിദ്യാർത്ഥികളുമായി അടുത്ത റൗണ്ട് സംസാരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ അവരുയർത്തിയ എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ചല്ലോ. എല്ലാ ആവശ്യങ്ങളും. മന്ത്രിയുടെ രാജിയെ സംഭവിച്ചിരിക്കുന്നു. 1 കോടി രൂപ നഷ്ടപരിഹാരം ഓരോ വ്യക്തിക്കും, മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ന്യായമായ പരിഹാരം. 1 കോടി എന്നത് തീരുമാനമായില്ല, പക്ഷേ ന്യായമായ പരിഹാരം എന്ന രീതിയിൽ തീരുമാനമുണ്ട്. പ്രതികാര നടപടികൾ, വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവില്ല, കേസുകളുമായി അവരെ വരിഞ്ഞു മുറുക്കില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന. FIR കോപ്പികൾ ഉൾപ്പെടെ എല്ലാം വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കാൻ തീരുമാനമായി. പൂർണ്ണ വിജയം. ഒരു പ്രക്ഷോഭത്തിൻ്റെ സമ്പൂർണമായ വിജയം. ഒരിക്കൽ പോലും കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത സമ്പൂർണമായ വിജയം. ഒരു പുതിയ രാഷ്ട്രീയ സാമൂഹിക സംസ്കാരത്തിൻ്റെ നാന്ദി കുറിക്കുന്നു എന്നതാണ് എൻ്റെ ചിന്ത. ഒരുപക്ഷെ CJP ഒരു രാഷ്ട്രീയ കക്ഷിയായി രൂപപ്പെട്ടേക്കാം. അഭിജിത് ദീപ്കെ ഇപ്പോൾ ടൈഫോയിഡ് ബാധിച്ച ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലൊരു വലിയ കലാമിറ്റി തന്നെ ഒഴിവായിപ്പോയി. ഈ സമരം തുടർന്നിരുന്നു എങ്കിൽ പകർച്ചവ്യാധികൾ കൊണ്ട് അനേകർക്ക് ജീവഹാനി വരെ ഉണ്ടാകാമായിരുന്ന ഒരു പ്രക്ഷോഭം കൃത്യമായ സമയത്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അവർ പിരിഞ്ഞു പോയിരിക്കുന്നു. അവർ മാതൃകാപരമായി അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടാണ് പോയത്. കോൺഗ്രസും കൂട്ടത്തിൽ ചേർന്നു. സേവാദളിൻ്റെ വോളണ്ടിയേഴ്സ് ചേർന്നുകൊണ്ട്, ക്ലീനിങ് പ്രക്രിയയിൽ ചേർന്നുകൊണ്ട് അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ കോൺഗ്രസും പ്രവർത്തിക്കുന്നത് കണ്ടു. അഭിജിത് ദീപ്കെ പറയുന്നത് ഇത് തുടക്കം മാത്രമാണ്. 1 വിക്കറ്റാണ് വീണിരിക്കുന്നത്. ഇനിയും പല വിക്കറ്റുകളുണ്ട്. ഈ ഗവൺമെൻറ്റിനെതിരെ മാത്രമല്ല, ഒരു സംവിധാനത്തിൻ്റെ കറക്ഷന് വേണ്ടിയാണ്. അതുകൊണ്ട് കോൺഗ്രസും ജാഗ്രതാപൂർവമായി നിൽക്കേണ്ടതാണ്. നാളുകളിൽ ഭരണത്തിലെത്താൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾക്കും ഇത് വലിയ പാഠം തന്നെയാണ്. പുതിയ രാഷ്ട്രീയ സാമൂഹിക സംസ്കാരം ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം.